ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ നൽകിയ ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഗവർണറുടെ ചാൻസലർ പദവി ഒഴിവാക്കുന്നതിനായി നിയമസഭ പാസാക്കിയ ബില്ലുൾപ്പെടെ രാഷ്ട്രപതി അനുമതി നിഷേധിച്ചതും കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വാദം വേഗത്തിൽ പൂർത്തിയാക്കാൻ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചു. അതിനിടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കുന്നതിനുള്ള 2022 സർവകലാശാല നിയമ ഭേദഗതി ബില്ലും 2021 യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ നിയമ ഭേദഗതി ബില്ലും രാഷ്ട്രപതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷത്തിലധികം ഗവർണർ പിടിച്ചുവെച്ച ബില്ലുകളാണ് 1 വർഷത്തിലധികമായി രാഷ്ട്രപതിയും തീരുമാനമെടുക്കാതെ നീട്ടുന്നത്. ബില്ലുകൾ പാസാക്കിയ സംസ്ഥാന സർക്കാരിന്റെ കാലാവധി അവസാനിക്കാറാകുമ്പോഴും ആ സർക്കാർ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടുന്നത് സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയോ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM നിന്നും, നിജേഷ് അരവിന്ദ് കോൺഗ്രസ് നേതാവ്, പ്രിഞ്ചു മഹാദേവ BJP നേതാവ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ M ജയചന്ദ്രൻ, ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതെ അനന്തമായി നീട്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. സമാന വിഷയത്തിൽ സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം കേരളത്തിന്റെ ഹർജി പരിഗണിക്കാനിരിക്കെ ഗവർണർ പൊടുന്നനെ ഈ ബില്ലുകൾ കൂട്ടത്തോടെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2 വർഷം ഗവർണർ 2.5 വർഷത്തോളം ഗവർണർ ഒരു നടപടിയും എടുക്കാതിരുന്ന ബില്ലുകളാണ്. പിന്നീട് ഇപ്പോൾ അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലായിട്ട് 1 വർഷത്തിലധികവുമാകുന്നു. അപ്പോൾ നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവർണറും രാഷ്ട്രപതിയും ചേർന്ന് ഒരു സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? ഇത് അസിത, ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആരിഫ് ഖാൻ്റെ മോട്ടീവ് എന്തായിരുന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ തർക്കങ്ങൾ ഏതുമില്ല. ഇപ്പോഴും അതിൽ യാതൊരു വിയോജിപ്പില്ല. അന്ന് നമ്മൾ എടുത്ത നിലപാടുകൾ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുന്നു. ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റീസാണ് ഈ കാര്യത്തിലടക്കം, സർവകലാശാലയുടെ കാര്യത്തിലടക്കം ആരിഫ് ഖാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല. അത് ഞാനിപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ വ്യക്തി ഇവിടുന്ന് ഗവർണർ സ്ഥാനം ബീഹാറിലേക്ക് അദ്ദേഹത്തിന് മാറ്റി കൊടുക്കപ്പെട്ടു. അവിടെയാണിപ്പോൾ അവിടുത്തെ ഗവർണർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രപതിയുടെ കാര്യം താങ്കൾ ചോദിച്ചതിനോട് ഞാൻ അതിനെ അങ്ങനെ കണ്ട് കാണുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ പ്രശ്നം സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ കോടതികൾ ചെയ്യുന്നത് നിയമം വ്യാഖ്യാനിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പരമോന്നത കോടതി തന്നെ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് വ്യാഖ്യാനിക്കട്ടെ എന്നൊരു താല്പര്യത്തിലാണ് രാഷ്ട്രപതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോടതി കടക്കുമെന്നും വിധിയുണ്ടാകുമെന്നുമാണ് പൊതുവിൽ നിയമവൃത്തങ്ങളും ഡൽഹിയിൽ നിന്നുള്ളവരുമായിട്ട് അന്വേഷിക്കുമ്പോൾ അവരും പറയുന്നത് അങ്ങനെയാണ്. അത് സ്വാഭാവികമായി ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ നീക്കുന്നത് സംബന്ധിച്ച് വീണ്ടും നിയമസഭ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ബില്ല് താഴേക്ക് അയക്കാനാണ് സാധ്യത എന്നുള്ള വാദഗതികളുണ്ട്. അതിന് കൂടുതൽ പ്രാമാണ്യമുണ്ട് ആ വാദഗതികൾക്ക്. കാരണം നിയമസഭയുടെ പരമാധികാരം ഉണ്ടല്ലോ ഇവിടെ. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ യുനാനിമസായിട്ടാണ്, ഏകകണ്ഠമായിട്ടാണ് ഈ ബില്ല് 2022 ഡിസംബർ 13 സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഗവർണർക്ക് അത് അയച്ചു കൊടുക്കുന്നത്, കാര്യം നിയമവകുപ്പിൻ്റെ പരിശോധന കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ബില്ലിനെ സംബന്ധിച്ചാണ് പിന്നീട് തർക്കം ഉണ്ടാവുകയും സുപ്രീം കോടതിയിലടക്കം പോവുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. അപ്പോൾ അതുൾപ്പെടെയുള്ള ബില്ലുകൾ ഇപ്പോൾ പരിഗണിക്കാൻ പോവുകയാണ് സുപ്രീം കോടതി എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ പരിഗണിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ വാദമുഖങ്ങൾ ഈ അവാസ്തവമല്ല, അല്ലെങ്കിൽ കേവലമായി പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രതിഷേധം മാത്രമല്ല, അതിൻ്റെ അകത്ത് കൃത്യമായ മൂല്യവത്തായ വിവരങ്ങളുണ്ട് എന്നുള്ള നിലപാട് തന്നെ സുപ്രീം കോടതി സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ സ്വീകരിച്ചാൽ, അങ്ങനെ സുപ്രീം കോടതി വിഷയത്തെ വ്യാഖ്യാനിക്കാൻ തയ്യാറായാൽ അത് കേരളത്തിന് ഗുണകരമാവുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം, നിയമം വന്നതെന്തുകൊണ്ടാണ്? നിയമസഭയ്ക്ക് അതിന് പരമാധികാരമുള്ളത് കൊണ്ട് തന്നെയാണ്. നിയമസഭയാണ്
പിന്നെ ചാൻസലറെ നിശ്ചയിക്കാൻ ചുമതലപ്പെട്ടയാൾ. അതല്ലാതെ കേന്ദ്ര നിയമത്തിൽ അതിന് വ്യവസ്ഥയൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഗവർണർക്ക് സാധാരണഗതിയിൽ ഗവർണറെ ചാൻസലറാക്കി നിയമിക്കുന്നതും സംസ്ഥാന നിയമസഭ തന്നെയാണ്. അപ്പോൾ അതേ നിയമസഭയാണ് ഗവർണറുടെ ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രവർത്തികളെ മുൻനിർത്തി അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പിന്നെ മാറേണ്ടി വന്നതും വ്യത്യസ്തമായ തീരുമാനം എടുക്കേണ്ടി വന്നതും. ആ വ്യത്യസ്തമായ തീരുമാനം എടുക്കേണ്ടി വന്ന സാഹചര്യം, നിയമപരമായ സാഹചര്യം, നിയമസഭയുടെ അവകാശം, ഇതെല്ലാം മുൻനിർത്തിയുള്ള പോരാട്ടം സുപ്രീം കോടതിയിലും തുടരേണ്ടതുണ്ട്. അപ്പോൾ അത് തുടരുന്നതിന് രാഷ്ട്രപതിയും വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്ന വാർത്തകളുണ്ട്. രാഷ്ട്രപതിയുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. രാഷ്ട്രപതി ഭവനും അത്തരം കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറാവില്ല. പക്ഷേ പൊതുവിൽ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അത് പിന്നെ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മറ്റ് പല സ്റ്റേറ്റുകളും, ഉദാഹരണത്തിന് ബംഗാൾ, പഞ്ചാബിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, അങ്ങനെ പല സ്റ്റേറ്റുകൾക്കും, തമിഴ്നാടാണെങ്കിൽ രൂക്ഷമായ പ്രതിസന്ധിയിലാണ് ഗവർണറും തമിഴ്നാട് സർക്കാരും വിവിധ വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പല സംസ്ഥാനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് വേണം. സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമുണ്ടോ ഇല്ലയോ, നിയമസഭ പാസ്സാക്കിയ ഒരു ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഗവർണർ തീരുമാനമെടുക്കാതെ അത് ഫ്രീസ് ചെയ്ത് വെക്കുന്നതും പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പ്രതിഷേധത്തിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് അയക്കുന്നതും ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളടക്കമാണ് സുപ്രീം കോടതി ഇത് വ്യാഖ്യാനിക്കാൻ ഇരിക്കുന്നത്. അതിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നതും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അത് കൂടുതൽ ഗുണകരമാവുകയാണ് ചെയ്യുക എന്നാണ് ഞാൻ കാണുന്നത്. അസിത, ശരി. പ്രിൻറ്റു മഹാദേവ, ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരാനിരിക്കുന്നു. അവിടെ വാദങ്ങൾ നടക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സർവകലാശാല ബില്ലുകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഗവർണറുടെ പരിഗണനയ്ക്ക് അന്ന് മന്ത്രിസഭ, നിയമസഭ അയച്ച ബില്ലുകളെ കുറിച്ച് ചർച്ച എവിടെ അവസാനിപ്പിച്ചോ അവിടെ തന്നെ ഇത് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഗവർണർ അനന്തമായി ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചുവെച്ച സാഹചര്യം പരിഗണിക്കണമെന്ന് മുൻപ് ആവശ്യപ്പെട്ടെങ്കിൽ ഇപ്പോൾ അത് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എങ്ങനെ മുന്നോട്ട് പോകും ഒരു സംസ്ഥാനം? പ്രിൻറ്റു മഹാദേവ. അല്ല, ഇതിനകത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും നിയമങ്ങൾ, ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനിടപെടാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രപതിക്കുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ രാഷ്ട്രപതി തള്ളിയ ബില്ല് എന്ന് പറയുന്നത് ചാൻസലറുടെ അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തൻ്റെ അധികാരം താൻ തന്നെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു പ്രത്യേകതര സംവിധാനത്തിലാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം വിസമ്മതം അറിയിക്കുകയും അത് ആ സ്ഥലസ്ഥിതിക്ക് അനുസൃതമായിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉന്നത അധികാരി എന്നത് രാഷ്ട്രപതിക്ക് കൈമാറുന്നു. രാഷ്ട്രപതി അത് റിജക്റ്റ് ചെയ്തതിന് യാതൊരു തെറ്റുമില്ല. കാരണം ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ ചാൻസലറാക്കാനുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബംഗാൾ നിയമസഭയിൽ ഇതുപോലെ തന്നെ ഇതേ സെയിം ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവിടെ നിയമം പാസ്സാക്കി. അതിനകത്തും കൃത്യമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതിയുടെ ഇടപെടലുണ്ടാകുന്നു, അത് തള്ളിപ്പോകുന്നു. കാരണം ഇതിനകത്ത് സത്യത്തിൽ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് അധികാര തർക്കങ്ങൾ കൃത്യമായിട്ട് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രപതിക്കുണ്ട്. ഇവിടെ ഇപ്പോൾ ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പ്രശ്നം, ഇതിൽ ഏതൊക്കെ രാഷ്ട്രപതിക്ക് പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. രണ്ട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ അങ്ങനെ ഈ ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ആദ്യഘട്ടത്തിൽ ഗവർണർ ഒപ്പിടാതെ പിടിച്ചുവെച്ച ബില്ലുകളിൽ മണി ബില്ല് അടക്കമുണ്ട്. അതായത് ഗവർണറുടെ അനുമതിയോട് കൂടി മാത്രം സഭയിൽ പാസ്സാക്കാൻ കഴിയുന്ന ബില്ലുകൾ. ആ ഘട്ടത്തിൽ ഓർഡിനൻസ് ആകുമ്പോൾ അനുമതി നൽകുന്നു, പിന്നീട് ബില്ലാകുമ്പോൾ അതിൽ ഒപ്പിടാതിരുന്ന നടപടി കൂടി ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയം കൂടി ചേർത്ത് വെച്ച് വേണ്ടേ നമ്മൾ ഈ വിഷയത്തെ കാണാൻ? അല്ല, അതിനകത്ത് എല്ലാ ബില്ലിനകത്തും ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള ചില ബില്ലുകൾക്കകത്ത് ഒപ്പിട്ടിട്ടുണ്ടല്ലോ. 7 ബില്ലിനകത്ത് 4 ബില്ലുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ആദരണീയനായിട്ടുള്ള നിലവിലെ ഗവർണർ സംസ്ഥാന സർക്കാർ പാസ്സാക്കിയിട്ടുള്ള 2 ബില്ലിനകത്ത് ഒപ്പിട്ടല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്രവും അല്ലെങ്കിൽ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അവിടെ അധികാര തർക്കങ്ങളുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പോൾ ചാൻസലറാണോ വലുത്, അല്ലെങ്കിൽ ചാൻസലറാക്കാൻ വേണ്ടി ഞങ്ങൾ ഗവർണറെ അനുവദിക്കുന്നില്ല എന്ന് വലിയൊരു തർക്കം നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു നിയമസഭയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഏത് നിയമവും നിയമസഭ പാസ്സാക്കാം. ആ നിയമങ്ങളെല്ലാം തന്നെ അംഗീകരിക്കണമെന്നുള്ളൊരു ചട്ടമൊന്നും നമുക്ക് എവിടെയും പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഒരു നയപരമായ ഒരു വിഷയം എന്ന രീതിയിലാണ് രാഷ്ട്രപതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, കൃത്യമായ കേന്ദ്ര നിയമത്തിനകത്ത്, കൃത്യമായിട്ട് പാർലമെൻറ്റിനകത്ത് പാസ്സായ കേന്ദ്ര നിയമത്തിനകത്ത് പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ അധികാരിയായിട്ട് ഉണ്ടാകേണ്ടത് ചാൻസലർ എന്ന് പറയുന്നത് ഗവർണർ തന്നെയാണ്. അപ്പോൾ അതിനകത്തും അത് കേന്ദ്ര നിയമം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി, അല്ലാതെ അതിനകത്ത് ഒരു രാഷ്ട്രപതിയുടെ രാഷ്ട്രീയ ഇടപെടലായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ശരി. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ബില്ലുകൾ പിടിച്ചു വെച്ചത് 2.25 വർഷമാണ്. പിന്നീട് ഇപ്പോൾ 1 വർഷമായി അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലും ഇരിക്കുന്നു. നമ്മൾ ആദ്യഘട്ടത്തിൽ ആ വിഷയം പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ആ വിഷയം വിടുന്നത് തന്നെ പഞ്ചാബ് സർക്കാരുമായി ബന്ധപ്പെട്ട ഹർജികളിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ്. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്നൊക്കെ ഗവർണർ എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് വിടുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ പാസാക്കിയ, രണ്ടാം പിണറായി സർക്കാർ പാസാക്കിയ ബില്ലുകളാണ്. ആ സർക്കാരിന്റെ കാലാവധി ഇതാ ഏറെക്കുറെ കഴിയാറാകുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ സർക്കാർ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു തരത്തിലും ഒരു സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിനെ അനുവദിക്കില്ല എന്നൊരു രാഷ്ട്രീയത്തിന്റെ തീരുമാനമായി കാണുന്നുണ്ടോ? ശരിക്കും ജനാഭിലാഷങ്ങളുടെ ഒരു പ്രതിഫലനമാണല്ലോ നിയമസഭയിൽ ഉണ്ടാകുക. തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയനുസരിച്ചും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലും നിയമനിർമ്മാണം നടത്തി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കാലഹരണപ്പെട്ട നിയമങ്ങൾ കാലോചിതമാക്കും, പുതുക്കും. അത് സാധാരണ എല്ലാ ഗവൺമെന്റും ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടെ ചാൻസലർമാരായിട്ട് ഗവർണറായി വരുന്നവർ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിശ്ചയിക്കപ്പെടുന്നവർ അവിടുത്തെ സർവകലാശാലാ ഭരണങ്ങളിൽ ഇടപെടുകയും വലിയ രൂപത്തിൽ ഏകാധിപത്യ പ്രവണത കാണിക്കുകയും ജനാധിപത്യത്തെ തകർക്കുന്ന നിലപാടൊക്കെ സ്വീകരിക്കുമ്പോൾ അത്തരം പ്രവണത ഉയർന്നു വരുമ്പോഴാണ് കൃത്യമായി ചാൻസലറായി അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്ന് ഒരു ബില്ലിലൂടെ തീരുമാനിക്കുന്നു, നിയമമാക്കാൻ തീരുമാനിക്കുന്നു. ഇത് നേരത്തെ തന്നെ ഇന്നയാൾ ചാൻസലറായി വരണം എന്ന് നിയമസഭ പാസ്സാക്കിയതാണ്. അപ്പോൾ ആ നിയമസഭയ്ക്ക് തന്നെ പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിലാണ് ഈ നിയമം പാസ്സാക്കിയത്. മറ്റു നിയമം ഇപ്പോൾ ഇടുക്കിയിലെ ഭൂപതിവ് പട്ടയം എത്ര വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. അവിടെ ഭൂമി വിദ്യാഭ്യാസ ആവശ്യത്തിനും അതുപോലെ തന്നെ കൃഷിക്കും വേണ്ടി കൃഷിക്കും താമസിക്കാനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുത്തു. പക്ഷെ ഇത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ, സർവകലാശാലയുടെ മറ്റു നിയമങ്ങൾ അടക്കമുള്ളവ, അവ ഗവർണർ 2.25 വർഷത്തോളം കാത്തിരുന്നു. അപ്പോൾ നിയമ നടപടികളുമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പോയി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് തീ കൊണ്ട് തല ചൊറിയരുത്, ബില്ലുകൾക്കുമേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ അതമ്പതിക്കരുത്. അവസാനം മൂന്നാമത് പറഞ്ഞു കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ അന്നത്തെ ഗവർണർ കുറച്ച് ബില്ലുകൾ ഒപ്പിട്ടു, കുറച്ച് ബില്ലുകൾ ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. രാഷ്ട്രപതിക്ക് അയച്ചിട്ടും ഇപ്പോൾ 1 കൊല്ലത്തോളം ആ ബില്ല് അവിടെ പെൻഡിങ് ആക്കുന്ന സാഹചര്യമാണ്. ആർട്ടിക്കിൾ 201 മുതൽ 201 കൃത്യമായിട്ട് വായിച്ചാൽ നമുക്കറിയാം ഏതൊക്കെ ബില്ല് എന്തൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടിന്റെ സമാനമായിട്ടുള്ള കേസിൽ സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് വാദം കേട്ട് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് സമാനമായിട്ടുള്ള കേസ് തന്നെയാണ് കേരളത്തിന്റെ പരിഗണിച്ചത്. അപ്പോൾ വിധി പറയാൻ മാറ്റിയിരിക്കുന്ന കേസിന്റെ ഉള്ളടക്കം രാഷ്ട്രപതി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച അവസാനം രാഷ്ട്രപതി റിട്ടേൺ ചെയ്താൽ പിന്നെ എന്താണ് ആ ബില്ലിന്റെ ഭാവി എന്നതിനെക്കുറിച്ച് വീണ്ടും നിയമസഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് നിയമസഭ വീണ്ടും പാസ്സാക്കി വന്നാൽ ഉണ്ടാകുന്ന നടപടിക്രമം, പിന്നെയും വരുന്ന കാലതാമസം, അത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നം. അത്തരത്തിലൊരു വിധി വന്നാൽ അതൊരു പ്രീസിഡന്റ് ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തമിഴ്നാടിന്റെ കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ കേസും സമാന സ്വഭാവമുള്ളതാണ്. ഇതേപോലെ 2.25 കൊല്ലം ഗവർണർ അടയിരുന്ന് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി 1 വർഷം അത് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ഒരു കാരണവുമില്ലാതെ അത് തിരിച്ചയക്കുന്നു. കാരണം ഇത് ഏതെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതികളുടെ പവറിൽ അധികാരത്തിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം ഒന്നുമല്ല. ഇതൊരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലും പല വ്യക്തിത്വമാണ് ചാൻസലറായി പ്രവർത്തിക്കുന്നത്. പല എക്സ്പെർട്ടുകളെ ചാൻസലറാക്കിയിട്ടുണ്ട്. ഓരോ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാക്കിയിട്ടുണ്ട്. ഗവർണർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചില സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആ പദവി വഹിക്കുന്നവരുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവർ ആ പദവി വഹിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് തന്നെ പാസ്സാക്കിയ ഒരു നിയമം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസൃതമായി അതിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം രാഷ്ട്രപതി 1 കൊല്ലം ഹോൾഡ് ചെയ്യുന്നതോടെ 3.25 കൊല്ലമാണ് മൊത്തത്തിൽ ആ ബില്ല് അടയിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതും ഇനിയും നീട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം വേണമോ അതോ തമിഴ്നാടിന്റെ കേസിൽ വിധി പറയാൻ മാറ്റിയിരിക്കുന്ന സമാനമായിട്ടുള്ള വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന തരത്തിലേക്ക് വേണോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നാളെ തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയം ബന്ധപ്പെട്ട ബെഞ്ചിന്റെ മുന്നിൽ മെൻഷൻ ചെയ്യാനും അതിന്
ശേഷം അടിയന്തരമായിട്ട് പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം എന്നാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം. ഏത് ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോഴും ആ സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമം, ആ നിയമം ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി നോക്കട്ടെ. ഏത് വകുപ്പ് ഏത് സെക്ഷനാണ് ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് വരാത്തതെന്ന് നോക്കട്ടെ. മറിച്ച് ആ ബില്ല് പാസ്സാക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല, നിയമസഭ പാസ്സാക്കിയാലും ഞാൻ അതിൽ ഒപ്പിടില്ല എന്ന ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ ഗവർണർമാർ സ്വീകരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആയാലും അത് ആശാവഹമല്ല. ഇപ്പൊ തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, അതുപോലെ ഡൽഹി, പഞ്ചാബ് ഒക്കെ നമ്മൾ സമാനമായിട്ടുള്ള സാഹചര്യം ബംഗാളിലെല്ലാം കണ്ടതാണ്. അപ്പൊ ഈ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിയമനിർമ്മാണത്തിനുള്ള അധികാരം നിയമസഭയ്ക്കാണ്, അതുപോലെ തന്നെ ലോകസഭയ്ക്കാണ്. ആ നിയമനിർമ്മാണം നടത്താൻ ബന്ധപ്പെട്ട സഭകൾ തീരുമാനിച്ചാൽ അത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു ഡിലേ വരാൻ പാടില്ല, അതിലൊരു തടഞ്ഞുവെക്കൽ, ഡിഫർ ചെയ്ത് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിൽ ഒരു തീരുമാനം അടിയന്തരമായി എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, നിജേഷ് അരവിന്ദ്, ഈ വിഷയം വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു സമയം ഓർമ്മയുണ്ടാകുമല്ലോ. ഇതിനു മുൻപ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകൾക്ക്, അത് കേരളം മാത്രമല്ല, ഈ സമീപകാലത്താണ് നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾ ഏറ്റവും ഉയർന്നു കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനു മുൻപ് സർക്കാരുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സർക്കാരുകളുടെ നിയമനിർമ്മാണങ്ങളെ ഈ നിലയിൽ തടയാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ആ ഘട്ടങ്ങളിൽ എവിടെയും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഒരു ഗവർണർമാരുടെ നടപടിയും അനുകൂലിക്കുന്ന തരത്തിൽ ഒരു പരാമർശം പോലും അന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. എന്തായാലും ആ ഘട്ടം കഴിയുന്നു, കൂട്ടത്തോടെ ആ ബില്ലുകൾ ഇതാ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് പോകുന്നു. ഇപ്പോൾ 1 വർഷം കഴിയുന്നു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ ഈ കോടതിയിലെത്തുമ്പോൾ 2 ബില്ലുകൾ അനുമതി നിഷേധിച്ചു എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആവർത്തിച്ചു പറയട്ടെ, കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും നേരിടുന്ന ഈ വിഷയത്തിൽ നിലവിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? നിലകളിൽ ഈ ഒരു വിഷയം സജീവമായിരുന്നു. പ്രത്യേകിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്ന സമയത്ത് ചെറിയ ചില അസ്വാരസ്യങ്ങൾ സർക്കാരിൻ്റെയും ഗവർണറുടെയും ഇടയ്ക്കുണ്ടായിരുന്നു. വളരെ ചെറുത്, പല കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും ചില കാര്യങ്ങളിൽ 2 അഭിപ്രായമുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായി ഗവർണറെ തടയുന്ന സമരങ്ങളിലേക്ക് CPM പോയിട്ടുണ്ട്, ഗവർണറുടെ ഓഫീസ് ഉപരോധിക്കുന്ന ഘട്ടം പോയിട്ടുണ്ട്, പിന്നീട് കേസുമായിട്ടും മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഗവർണറുമായി ഏറ്റുമുട്ടൽ ഉണ്ട് എന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് കേരള ഗവർണർ മാറുന്നു, പുതിയൊരു ഗവർണർ വരുന്നു. ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തു എന്തായിരിക്കും അടുത്ത ഗവർണർ വന്നാലുള്ള അവസ്ഥ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ഭരണകൂടവും നിലവിലുള്ള ഗവർണറും തമ്മിൽ വളരെ നല്ല ആത്മബന്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇടനിലക്കാരനായിക്കൊണ്ട് ധനകാര്യമന്ത്രിയെയും കൂട്ടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു. കേരളത്തിലെ കേന്ദ്ര പ്രതിനിധി അവിടെ ഡൽഹിയിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് ഇരിക്കുന്ന ആൾ ഈ കാര്യങ്ങളിലൊക്കെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ പുട്ടും കടലയും കഴിച്ച് പോവുകയാണ് എന്ന് പറയുന്നു. അത്രയ്ക്ക് അടുത്ത ബന്ധം കേരളത്തിലെ ഗവർണറും കേരളത്തിലെ മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായ സാഹചര്യത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിക്കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നും അതിന് പരിഹാരം ഉണ്ടായിട്ടുണ്ടാവും എന്നുമാണ് നമ്മൾ കരുതേണ്ടത്. അതല്ല എങ്കിൽ എന്താണ് ഗവർണറെ കണ്ട് സംസാരിച്ചത്, എന്താണ് ഇപ്പോഴത്തെ ഗവർണർ? പക്ഷെ നിജേഷ് അരവിന്ദ്, നമ്മൾ അതിനെക്കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ ഗവർണറുമായി സംസ്ഥാന സർക്കാരിന് ഏത് നിലയിലുള്ള ബന്ധമാണ് എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇതിനോടകം തന്നെ ഇതിന് മുൻപത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബില്ലുകളിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം നമുക്കറിയാവുന്നതാണല്ലോ. അതിപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. അതിലിപ്പോൾ ഇതാ 2 അനുമതിയില്ല എന്ന് രാഷ്ട്രപതി പറഞ്ഞും കഴിഞ്ഞു. അതായത് നിലവിൽ ഇനിയിപ്പോൾ ഒരു നിയമനിർമ്മാണം ഉണ്ടാകുന്നത് വരെ ഇപ്പോഴത്തെ ഗവർണർക്ക് ഇതിൽ ഒരു റോളുമില്ല. അല്ല, ഒരു ഗവർണറായ അദ്ദേഹത്തിന്റെ കാലം അവസാനിച്ചു. ഇനി അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. ഇനി അതിൽ ഇടപെടൽ നടത്താൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റുമായി ഏറ്റവും അടുത്ത ബന്ധം ഇന്നുള്ളത് കേരള ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റിന്റെ പ്രതിനിധി ഡൽഹിയിലുണ്ട്. അപ്പോൾ ഇടപെട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ, വളരെ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിലവിലുള്ള ഗവർണറുമായി ബന്ധമുണ്ട് എങ്കിൽ ആ ഗവർണർ ഉപയോഗപ്പെടുത്തി രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യമാണ് എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. കോടതി നടപടിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന ഒരു ബന്ധം കേരളത്തിലെ RSSന്റെ പഴയകാല നേതാവായിരുന്ന ആർലേക്കറുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്ഥാപിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെയാണ് നിജേഷ് അരവിന്ദ് പറയുന്നതെങ്കിൽ ആരുടെങ്കിലും ഒക്കെ താല്പര്യത്തിന് വഴങ്ങുന്ന ആളാണ് രാഷ്ട്രപതി എന്നതുകൂടി അതിന് അർത്ഥമുണ്ടോ? താല്പര്യത്തിന് വഴങ്ങുകയല്ല, ഇത് പിടിച്ചു വെച്ചതാണ്. നമുക്ക് ഇടപെട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കുമെങ്കിൽ നിയമ നടപടി അതിന്റെ വഴിക്ക് പോകട്ടെ. ഈ അടുത്ത കാലത്തുള്ള ബന്ധങ്ങൾ
നമ്മൾക്കൊക്കെ സാധാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരടുത്ത ബന്ധം എനിക്ക് ഫീൽ ചെയ്തു, കേരളത്തിലെ എല്ലാവർക്കും ഫീൽ ചെയ്തു. കേരള ഹൗസിലേക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചായ കുടിക്കുന്ന ഘട്ടത്തിലേക്ക് കേരളത്തിലെ ഗവർണർ കടന്നു വരുന്ന ഒരു വല്ലാത്ത നിമിഷമാണത്. ആ നിമിഷത്തിനെ ഉപയോഗപ്പെടുത്താൻ സ്വാഭാവികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇനിയുള്ള നടപടികൾ എങ്ങനെയാകുന്നു എന്നുള്ളത് ഞാൻ ചോദിച്ചത് ഇപ്പോഴത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയമോ വാസ്തവത്തിൽ ഒരു ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ആ നിലയിൽ നല്ല ബന്ധം ഉണ്ടാകുന്നതാണ് ഒരു സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് നല്ലത്. അതല്ലാത്ത ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് നിജേഷ് അരവിന്ദ്, ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ല, പൊതുവിൽ ഗവർണർമാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ചാണ് ചോദ്യം. അവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ ഒരു ചായ കൂടി ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഈ നിലയിലുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ വീണ്ടും ഒരു സർക്കാരിന്, ഞാൻ അരുണിനോട് പറഞ്ഞതുപോലെ നിജേഷ്, ഈ മന്ത്രിസഭ ഈ സർക്കാർ പാസാക്കിയ ബില്ലുകളാണ്, അവരുടെ കാലാവധി ഇതാ കഴിയാറാകുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ ബില്ലുകളിൽ ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ പോരാട്ടത്തിന് പിന്തുണയുണ്ടോ പ്രതിപക്ഷത്തിന്റെ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഉണ്ടല്ലോ. ആത്മാർത്ഥമായ സമീപനമാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുന്നത് എങ്കിൽ 100% പിന്തുണയുണ്ട്. എന്താ സംശയമുള്ളത് അക്കാര്യത്തിൽ? പക്ഷേ രണ്ട് തോണിയിൽ കൂടി കാലുവെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരി, പ്രിന്റു മഹാദേവ, തോണിയിൽ കാലുവെച്ചുകൊണ്ട് പോരാടണം. ശരി പ്രിന്റു മഹാദേവ്, ഇതിൽ പലതും ഇപ്പോൾ അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു പലതും ഇങ്ങനെ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് എന്നുള്ളത്. വാസ്തവത്തിൽ അതല്ല. ആ നിലയിൽ ഒരു പരിശോധനയും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. സർവകലാശാലകളുടെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ഇപ്പോൾ നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കുള്ളത്. സാധാരണ നിലയിൽ ഇങ്ങനെ ഗവർണർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ, അത് സാധൂകരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാകാം ഏറ്റവും അവസാന ഘട്ടത്തിൽ അതിൽ ഏറ്റവും പരിഹരിക്കാൻ കഴിയാത്ത 1-2 എണ്ണം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് പോകുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ തൊട്ടടുത്ത ദിവസം സുപ്രീം കോടതി ബില്ലുകൾ പരിഗണിക്കെ, അതിന്റെ തലേ ദിവസം കോടതി ഗവർണർമാർക്കെതിരെ വടിയെടുത്തിരിക്കെ കൂട്ടത്തോടെ രാഷ്ട്രപതിക്ക് പോയത് അത്ര നിഷ്കളങ്കമല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നിലയിൽ ഇതിലെല്ലാ ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് തന്നെ പോകേണ്ടതാണ് എന്നതിൽ പോലും ഒരു ഉറപ്പുമില്ല. ആ ഉറപ്പ് പ്രിന്റു മഹാദേവനെങ്കിലും ഉണ്ടോ? അല്ല, ഇതിനകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നിഷ്കളങ്കമായിട്ടല്ലല്ലോ ഈ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നമ്മുടെ ഗവർണറെ മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം. ഇപ്പൊ ഇതേ ഗവർണർ, ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ 3 തവണ കത്തെഴുതിക്കൊണ്ട് ഗവർണറായി, ചാൻസലറായിട്ട് നിങ്ങൾ തുടരണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് നമ്മൾ മനസ്സിലാക്കണം. 3 തവണയാണ് നിങ്ങൾ കേരളത്തിന്റെ ചാൻസലറായിട്ട് നിങ്ങൾ തുടരണമെന്ന് കത്തെഴുതിയത് മുഖ്യമന്ത്രിയാണ്. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള ടേംസുകൾ തെറ്റുന്നത്? ഇവിടുത്തെ കൃത്യമായിട്ടുള്ള VC-മാരുടെ നിയമനത്തിനകത്ത് നടക്കുന്ന അനധികൃതമായിട്ടുള്ള ക്രമക്കേടുകൾ, സ്വജനപക്ഷപാതം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവർണർ ഇടപെടുന്നു, ചാൻസലർ ഇടപെടുന്നു. ആ ചാൻസലർ ഇടപെടുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് സർക്കാരിന് ഒരു ബോധോദയം ഉണ്ടായിക്കൊണ്ട് നിയമത്തിന്റെ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഈ നിയമസഭയ്ക്കകത്ത് അല്ലെങ്കിൽ പാർലമെന്റിനകത്ത് നിയമങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമം ഉണ്ടാക്കുന്നത്. ആ നിയമമാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സുപ്രഭാതത്തിനകത്ത് ഒപ്പിടാത്തതൊന്നുമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു നിയമം ഇവിടെ പാസ്സായി കഴിഞ്ഞാൽ, അതിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രതിസന്ധി മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും. അപ്പൊ അത് വലിയൊരു ക്രമപ്രശ്നമായിട്ട് ഈ വിവാദങ്ങളുടെ ബാക്കിയുള്ള നിയമങ്ങളിനകത്ത് സാങ്കേതികമായിട്ട് അധികാര പരിധിക്കുള്ള ഗവർണർ ഒപ്പിടേണ്ട ബില്ലുകളൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. ഈ പ്രശ്നമുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഫെഡറൽ സംവിധാനത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന സ്റ്റേറ്റും കേന്ദ്രവും തമ്മിലുള്ള വിവാദപരമായ വിഷയങ്ങൾക്കകത്ത് മാത്രമാണ് രാഷ്ട്രപതിയുടെ ഒപ്പിനായി കാത്തിരുന്നിട്ടുള്ളത്. അത് മാത്രമേ ഗവർണർക്ക് നടപടി. ഒരു സംശയം, ഈ സർവകലാശാല ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എവിടെയാണ് സ്റ്റേറ്റും യൂണിയൻ ഗവൺമെന്റും തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ ഉണ്ടാകുന്നത്? ഗവർണർമാര് ചാൻസലർ പദവി വഹിക്കാത്ത ചാൻസലർ പദവി ഗവർണർമാർ വഹിക്കാത്ത സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. പിന്നെ അതെങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ താല്പര്യത്തിനകത്ത് വരുന്ന വിഷയമാകുന്നത്? വഹിക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ.
അങ്ങ് പറഞ്ഞ പോലെ ചില സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇഷ്ടമുള്ള ആളുകളെ ചാൻസലറായി വെക്കാം. അപ്പൊ കേന്ദ്ര സർവകലാശാല അല്ലെങ്കിൽ UGC വ്യവസ്ഥാപിതമായി നടക്കുന്ന ഗവൺമെന്റ് അംഗീകൃതമായ എല്ലാ സർവകലാശാലകളുടെയും അതോറിറ്റിയായി വരുന്നത് ചാൻസലർ തന്നെയാണ്. അത് തമിഴ്നാട്ടിലായിരുന്നാലും ബംഗാളിലായിരുന്നാലും പഞ്ചാബിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും. അതുകൊണ്ടാണ് ഈ വിവാദ വിഷയങ്ങൾ ഇങ്ങനെ ശക്തമായ സമയത്താണല്ലോ UGC കരട് ഭേദഗതി വരുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ട് ചാൻസലർക്ക് പൂർണ്ണമായ ഇടപെടാനുള്ള അധികാരം നൽകിയിട്ടുള്ള കരട് ബില്ല് പാർലമെന്റിനകത്ത് കരട് ബില്ല് അവതരിപ്പിച്ചത്, അത് പാസ്സായത്. അപ്പൊ സ്വാഭാവികമായി ഇതിനകത്ത് ഇനി സുപ്രീം കോടതിയിൽ പോയാൽ തന്നെ ഇതിന്റെ പരമാധികാരം നിലനിൽക്കുക ചാൻസലർ തന്നെയാണ്. ഈ വിവാദ വിഷയമായിട്ടുള്ള മഹാദേവ് വിശ്വസിക്കുന്നത് അത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സഭയാണ് എന്നുള്ള അർത്ഥത്തിലായിരിക്കുമല്ലോ. അതേ മാതൃകയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളെ കുറിച്ചാണല്ലോ നമ്മൾ മറുവശത്ത് സംസാരിക്കുന്നത്. പാർലമെന്റിൽ മാത്രമല്ലല്ലോ ആ നിലയിലുള്ള അധികാരം. അല്ല, അങ്ങനെയല്ലല്ലോ. ചാൻസലർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ല, ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്ന ആള് കേന്ദ്ര സർക്കാർ പ്രതിനിധിയാണ്. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ഭരണഘടനാപരമായിട്ടുള്ള ചില ക്രമപ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് യുക്തിപരമായ തീരുമാനമാണ് രാഷ്ട്രപതി എടുത്തിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിലല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് സർക്കാരിന്റെ നടപടികൾ. ആ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയെ സ്വാഭാവികമായിട്ട് അത് നമ്മൾ ബാധിക്കുന്നത് കൊണ്ടാണ് വിശദീകരിക്കാനാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇതിനു മുൻപ് ഈ വിഷയം സജീവമായി നിൽക്കുകയും ഞാൻ ചോദിക്കട്ടെ, എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ പറയട്ടെ, ഈ സർക്കാർ ഞാൻ ചോദിക്കട്ടെ, പ്രശ്നം മറ്റൊന്നും, ഈ സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലറെ മാറ്റാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്? ചാൻസലറെ മാറ്റാൻ തീരുമാനിക്കുന്ന സാഹചര്യം ഏത് ഘട്ടത്തിലാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ബില്ലുകൾ രാഷ്ട്രപതിയുടെ, അത് ഇതല്ല ഏതെങ്കിലും ഒരു ബിൽ, ഒരു മിനിറ്റ് ആ ചോദ്യം പൂർത്തിയാക്കട്ടെ. ഏതെങ്കിലും ഒരു ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിടേണ്ടതിന്റെ ക്ലോസ് അത് വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ ക്ലോസിന്റെ പരിധിയിൽ വരുന്നതാണോ ഈ വിഷയം എന്നുള്ളതാണ്. തീർച്ചയായും ക്ലോസിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ട് ആരും ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് നിയമത്തെ രണ്ട് രീതിയിലാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ഒപ്പിടാതിരിക്കാനുള്ള അവകാശം ഗവർണർക്കില്ല. പിന്നെ തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി രാഷ്ട്രപതി തന്നെയാണ്, അതിനൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണല്ലോ നിയമത്തിന് വിധേയമായിക്കൊണ്ട് രാഷ്ട്രപതിക്ക് അയച്ചത്. അതിനകത്തൊരു നിയമപ്രശ്നവുമില്ല. പക്ഷെ ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിക്കൊണ്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം നടത്തിയതിന്റെ പേരിലാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ രീതിയിലുള്ള വഴി കേൾക്കേണ്ടി വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നോക്കൂ, 6 ഏക്കർ ആയിക്കോട്ടെ, ഇപ്പൊ കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള 2 നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെയാണല്ലോ ഒപ്പിട്ടത്. അപ്പൊ നോക്കൂ, അപ്പൊ ഇതൊരു ചില ക്രമപ്രശ്നങ്ങൾ ഉയർക്കുന്ന വിവാദ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ശരിയാണ് എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ വിവാദ വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് UGC പോലും കൃത്യമായിട്ട് അതിന്റെ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് വൈസ് ചാൻസലർ നിയമനങ്ങളായിക്കോട്ടെ അതിന്റെ അതോറിറ്റി അത് ഗവർണറാണ് അല്ലെങ്കിൽ ചാൻസലറാണെന്ന് കൃത്യമായി പറയാനും അതിനനുസൃതമായ നിയമ നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. സമാനമായ വിഷയത്തിൽ പാർലമെന്റിൽ പാസാക്കിയ നിയമങ്ങൾക്ക് അതീതമായി ഒന്നും ചെയ്യാനാകില്ലല്ലോ എന്ന് പറയുന്ന പ്രിന്റു മഹാദേവ്, പക്ഷേ ഒരു സംസ്ഥാനത്തെ നിയമസഭ പാസാക്കിയ നിയമങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് ഗവർണർക്കാണ് എന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, എല്ലാ തരത്തിലും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാവുന്ന ബില്ലുകളാണ് ഇത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമുഖം. അതങ്ങനെ അല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോഴും ഇന്ന് ഈ വിഷയം വീണ്ടും വരുമ്പോഴും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വരേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പരിധി തീരുമാനിക്കണം, അത് നിർണ്ണയിക്കണം എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യമാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് പ്രിന്റു മഹാദേവ് പറയുന്നത്. അതായത് പൂർണ്ണമായും രാഷ്ട്രപതിക്ക് കണ്ണുമറച്ചു വിടാൻ കഴിയുന്ന ബില്ലുകളായിരുന്നു എല്ലാം എന്നുള്ളതാണ്. അത് ശരിക്കും ആദ്യം ഞാൻ ചർച്ചയുടെ ഭാഗമായി തുടങ്ങിയത് തന്നെ ജനാഭിലാഷങ്ങളുടെ ഒരു പ്രതിഫലനമാണ് നിയമസഭ എന്ന് പറഞ്ഞാൽ. ആ നിയമസഭയിൽ ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത പാർട്ടി, ആ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ വരുന്ന ഗവൺമെന്റ്, ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഗവൺമെന്റ് ലീഡ് ചെയ്യുന്ന പാർട്ടി, അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമം അത് നിയമസഭയിൽ ഭൂരിപക്ഷത്തിന്റെ നിയമമാണല്ലോ. ആ നിയമം ഗവർണർ ഒപ്പിടുക എന്നുള്ളത് ഏറ്റവും ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ്. ഗവർണർ അത് 2-3 കൊല്ലം ഹോൾഡ് ചെയ്യുക, അതിനുശേഷം രാഷ്ട്രപതിക്ക് അയക്കുക. അപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യം, അങ്ങനെ ഗവർണർ ഹോൾഡ് ചെയ്യാൻ ഒന്നെങ്കിൽ ഒപ്പിടാം അല്ലെങ്കിൽ തിരിച്ചയക്കാം, അങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിനുശേഷം ഒരു നിശ്ചിത കാലം
കഴിയുമ്പോൾ രാഷ്ട്രപതിക്ക് അയക്കുന്നു. ആ രാഷ്ട്രപതിക്ക് അയക്കുന്ന വിഷയങ്ങളിൽ ഉള്ള മാനദണ്ഡം നിശ്ചയിക്കണം എന്നതാണ്. അപ്പൊ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഭരണഘടനയെ ബാധിക്കുന്ന വിഷയം, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന വിഷയം, അതുപോലെ ഹൈക്കോടതിയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന വിഷയം, അത്തരത്തിൽ ഒരു ഗവർണർക്ക് സംശയം തോന്നുന്നു ഈ സംസ്ഥാന നിയമസഭ ഈ നിയമം പാസ്സാക്കാൻ കോമ്പിറ്റന്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ജനിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രപതിക്ക് വിടാം എന്നതാണല്ലോ ഭരണഘടന പറയുന്നത്. അങ്ങനെ രാഷ്ട്രപതിക്ക് വന്നാൽ രാഷ്ട്രപതിക്ക് അത് ഒന്നെങ്കിൽ ഒപ്പിടാം അല്ലെങ്കിൽ തിരിച്ചുവിടാം. തിരിച്ചുവിട്ടാൽ വീണ്ടും നിയമസഭയിൽ തന്നെ പ്ലേസ് ചെയ്യാം എന്നതാണ് ആർട്ടിക്കിൾ 201 പറയുന്നത്, 201 പറയുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഏതൊക്കെ ബില്ലുകളാണ് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കാവുന്നത്? ഒരു ഗവർണർക്ക് എത്ര നാൾ ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം? കാരണം ഭരണഘടനാ പ്രകാരം ഹോൾഡ് ചെയ്ത് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്, അതിന്റെ പീരീഡ് പറയുന്നില്ല. അതേപോലെ തന്നെ രാഷ്ട്രപതി കിട്ടുന്ന ബില്ല് അത് പരിഗണിക്കപ്പെടേണ്ടതാണോ എന്ന്, കാരണം എന്റെ പരിഗണനാ വിഷയത്തിന് വിടേണ്ട വിഷയമാണോ ഇത്? ഒരു രാഷ്ട്രപതി എന്നുള്ളത് രാജ്യത്തിന്റെ രാഷ്ട്രപതി പരിഗണിക്കേണ്ട വിഷയമാണോ അതോ സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രം പെടുന്ന വിഷയമാണോ എന്ന ഒരു വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം. വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം പിന്നെ തിരിച്ചുവിടുന്ന ഒരു രീതി. അപ്പൊ അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു സംസ്ഥാന നിയമസഭയുടെ കാലാവധി 5 വർഷമാണ്. ആ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ബില്ല് ആ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം തിരിച്ചയക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യത്തെ തകർക്കുന്ന അല്ലെങ്കിൽ ജനാഭിലാഷത്തെ തകർക്കുന്ന, നിയമസഭയുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന, ഒരു നിയമനിർമ്മാണ സഭയുടെ അന്തസ് തകർക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇത്തരത്തിൽ അൺകണ്ടീഷണൽ ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള വാദം തമിഴ്നാടിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതേ സമാനമായിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ അത് ഒന്നുകിൽ ആ ബെഞ്ചിന്റെ മുന്നിൽ തന്നെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ബെഞ്ചിന്റെ മുന്നിൽ പ്ലേസ് ചെയ്യുക എന്നതാണ് സ്വാഭാവികമായിട്ടും ചെയ്യുക. ഇന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞത് നാളെ ഈ വിഷയം വിശദമായിട്ട് ബന്ധപ്പെട്ട ബെഞ്ചിൽ മെൻഷൻ ചെയ്യൂ, എന്നിട്ട് ആ കോടതി പരിഗണിക്കട്ടെ എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഇതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള വിധി വരും, അത് ഒരു പ്രീസിഡന്റ് ആയിട്ട് മാറും, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമായിട്ട് മാറും. ഇതൊക്കെ അരുൺ ഇപ്പോൾ പറഞ്ഞത് അതിന്റെ സാങ്കേതികമായി കോടതിയിൽ നടക്കേണ്ട നിയമവശം. പക്ഷെ പ്രിന്റു മഹാദേവനും നിജേഷ് അരവിന്ദനും അതിൽ മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് പ്രിന്റു അതിൽ പറയുന്നത് സർവകലാശാലകളുടെ തലപ്പത്ത് ഗവർണറെ മാറ്റാനുള്ളത് സർക്കാരിന്റെ സങ്കുചിത താല്പര്യമായിരുന്നു എന്നുള്ളതാണ്. അതിനവർ വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റു ബില്ലുകൾ, ഈ മണി ബിൽ ഉൾപ്പെടെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുമില്ല. അപ്പൊ അതില് ഈ സങ്കുചിതമായ താല്പര്യം, സർവകലാശാലകളുടെ തലപ്പത്ത് ചാൻസലറായി ഗവർണർ ഇരിക്കുന്നത് അത് സങ്കുചിതമായിട്ടുള്ള താല്പര്യമാണെങ്കിൽ ഇങ്ങനെ ഗവർണർ തന്നെ ഇരിക്കട്ടെ എന്ന് നേരത്തെ തീരുമാനിച്ചതും സങ്കുചിതമായിട്ടുള്ള താല്പര്യമാണോ? അപ്പോ ഈ സംസ്ഥാനത്തിന്റെ ഇൻട്രസ്റ്റ്, യൂണിവേഴ്സിറ്റിയുടെ ഇൻട്രസ്റ്റ്, ജനങ്ങളുടെ ഇൻട്രസ്റ്റ്, വിദ്യാർത്ഥികളുടെ ഇൻട്രസ്റ്റ് ആണ് പാലിക്കേണ്ടത്. ഇപ്പോൾ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം എത്ര ഏകപക്ഷികമായിട്ടാണ് ഗവർണർ അന്ന് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇവിടെ യൂണിവേഴ്സിറ്റി ആക്ടിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക, സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സർക്കാർ നോമിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം വളരെ ഏകപക്ഷികമായിട്ട് പ്രവർത്തിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസാക്കിയ ഭൂരിഭാഗം നിയമങ്ങളും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഒരു നിയമം ഇപ്പൊ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഓർഡറും നിലനിൽക്കില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അതുപോലെ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്, ആ ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരാളുടെ വ്യക്തിയുടെ താല്പര്യത്തെ ഹനിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമല്ല, മറിച്ച് സർവകലാശാലകളുടെ ചാൻസലറായി രാഷ്ട്രീയ ലക്ഷ്യം, ഇപ്പൊ ഗവർണറായി വരുന്നത് ആരാ? ഒരു വിദ്യാഭ്യാസ യോഗ്യത വേണ്ടല്ലോ. 35 വയസ്സുള്ള ആർക്കും ഈ രാജ്യത്ത് ഗവർണറാകാം. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും മാനദണ്ഡമല്ല, മറ്റൊരു പരിഗണനയും മാനദണ്ഡമല്ല. കേന്ദ്രം ആരാണോ ഭരിക്കുന്നത് അവർ തീരുമാനിക്കുന്ന ആൾക്ക് ഗവർണറാകാം. അപ്പൊ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ളവരാണ് ഗവർണർമാരായിട്ട് വരുന്നത്. പണ്ട് നമുക്കറിയാം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ആയ ആളുകൾ ഗവർണർ വരാറുണ്ട്. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നല്ല വ്യക്തിത്വങ്ങൾ ഗവർണറായിട്ട് വരാറുണ്ട്. അതല്ല ഇപ്പൊ അടുത്ത കാലത്ത് തികച്ചും രാഷ്ട്രീയ പരിഗണനയാണ്. അത്തരത്തിൽ വരുന്നവർ സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു, ജനാധിപത്യത്തെ തന്നെ ഹനിക്കുന്നു, അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പാസാക്കിയ സർവകലാശാലകളുടെ ചാൻസലറായി ഗവർണറായി ഇരുത്താനുള്ള തീരുമാനം ഞങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. ഈ നിയമസഭ പാസാക്കിയ തീരുമാനം ഈ നിയമസഭ തന്നെ വീണ്ടും ഒരു നിയമത്തിലൂടെ മാറ്റം വരുത്തുകയാണ് എന്ന് തീരുമാനിച്ചാൽ അതിൽ എന്താണ് തെറ്റ്? അന്ന് ഇങ്ങനെ വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ സങ്കുചിതമായിട്ടുള്ള താല്പര്യമില്ല. ഇപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ സങ്കുചിതമായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും അടുത്ത കാലത്തുണ്ടായ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചയായ രാഷ്ട്രീയം കളിയുടെ പശ്ചാത്തലത്തിലെടുത്ത തീരുമാനമാണ്. അത് ഒരു സ്റ്റേറ്റ് വിഷയം തന്നെയാണ്. അത് ഒരു രാഷ്ട്രപതി ഒരു വർഷം ഹോൾഡ് ചെയ്ത് വെക്കേണ്ട
തിരിച്ചയക്കേണ്ട വിഷയമല്ല. ഒരു വർഷം കഴിയുമ്പോൾ രാഷ്ട്രപതി വീണ്ടും തിരിച്ചയക്കേണ്ട വിഷയമല്ല. രാഷ്ട്രപതിയുടെ പരിഗണനാ വിഷയം പോലുമല്ല. രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് ഗവർണർ അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത പരാമർശം വരുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചില ബില്ലുകളിൽ ധൃതി പിടിച്ച് ഒപ്പിട്ടു, ചില ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച സാഹചര്യമുള്ളത്. അത്തരത്തിൽ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്ന നിയമസഭയുടെ നിയമനിർമ്മാണ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള താല്പര്യം സംരക്ഷിക്കുന്ന ഗവർണർമാരുടെ ഇടപെടലിൽ സുപ്രീം കോടതി ഒരു വിധി പറയും. കാരണം അത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കുകയും അതുപോലെ അടുത്ത കാലത്ത് ഈ കേസ് പരിഗണിക്കുമ്പോഴെല്ലാം സുപ്രീം കോടതിയുടെ ഒരു ഓറൽ സബ്മിഷൻ വന്നതെല്ലാം, ഓറൽ സ്റ്റേറ്റ്മെന്റ് വന്നതെല്ലാം അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. അത് കേരളത്തിന് മാത്രമല്ല ഗുണം, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണം കിട്ടുന്ന തരത്തിൽ തന്നെയായിരിക്കും. അതിൽ ഒരു തരത്തിലും രാഷ്ട്രീയം കാണേണ്ടതില്ല. മറിച്ച് കോൺഗ്രസിന്റെ നിലപാടെല്ലാം ഇതിൽ ഇച്ചിരി അല്പത്തരമായി പോയി എന്ന് വേണം പറയാൻ. കാരണം വിശാലമായി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ കളിക്ക് ഒരു അറുതി വരുത്താൻ അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബാധകമാണ്. അല്ലാതെ ഇവിടെ വലിയ ബന്ധമല്ലേ പാസാക്കി എടുക്കാൻ പാടില്ലേ എന്നൊക്കെ പറയുന്നതിൽ വിഷയം നിലപാടാണ്. അതെ, കേരളത്തിലെ മാത്രമുള്ള വിഷയമല്ല എന്ന് നിതീഷ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ നിതീഷ് ആ പോയിന്റിൽ തന്നെ നിന്നു. അരുൺ, യെസ്, കൃത്യമാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. കാരണം കേന്ദ്രം ഇത്ര പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ തന്നെ അട്ടിമറിച്ച് ഒരേ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്കൊക്കെ പോകുമ്പോൾ ഏകപക്ഷീയമായിട്ട് ഈ ജനാധിപത്യത്തെ ആകമാനം തകർത്ത് ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും അവസാനം തെരഞ്ഞെടുപ്പുകൾ തന്നെ പോലും ഇല്ലാത്ത അവസ്ഥ, പ്രത്യേകിച്ച് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവിടെ പൂർണ്ണമായി രാഷ്ട്രപതി ഭരണം, ഗവർണർ ഭരണം, അത്തരത്തിൽ BJP കാണുന്ന ലക്ഷ്യം വളരെ വലുതാണ്. വലിയ ദീർഘകാല അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ഇന്ത്യയുടെ ജനാധിപത്യ മുഖത്തെ തന്നെ തകർക്കുക എന്നതാണ്. അപ്പോ സംസ്ഥാനങ്ങൾ നടത്തുന്ന ഈ നിയമ പോരാട്ടം അത് സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന കാര്യത്തിലായാലും ഗവർണർമാരെ ഉപയോഗിച്ച് നടത്തുന്ന ഈ രാഷ്ട്രീയ കളിയുടെ കാര്യത്തിലും അതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന കാര്യത്തിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്തായ പോരാട്ടമായി തന്നെയാണ് രാജ്യം കാണുന്നത്. അതിൽ സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തുള്ള ഇടപെടലെല്ലാം നമുക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന നല്ല പോസിറ്റീവ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കോടതി വിധി പരിഗണിക്കാൻ പോകുന്ന കേസിലും വരാൻ പോകുന്ന വിധിയെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇന്നിപ്പോൾ രാഷ്ട്രപതി അനുമതിയില്ല എന്നറിയിച്ച ഒരു ബിൽ ഈ ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ഇവിടെ ഇപ്പോൾ പ്രിന്റു മഹാദേവ് പറഞ്ഞതുപോലെ അതൊരു സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമായതുകൊണ്ട് അതിന് ഗവർണർ അനുമതി നൽകേണ്ടതില്ല എന്നതിനപ്പുറം ആ കാലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ഒരു നടപടിയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് അരുൺ ഹൈക്കോടതിയുടെ വിവിധ ഉത്തരവുകളെ പരാമർശിച്ച് പറയുക കൂടി ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിൽ ഗവർണറുടെ താല്പര്യമായിരുന്നു രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. രണ്ട്, ഇനിയിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി പുതുതായി വന്ന ആൾ കഴിഞ്ഞ ദിവസം ഓർമ്മയില്ലേ, സർവകലാശാലയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ഘട്ടത്തിൽ സവർക്കറുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ ഒരു പരാമർശം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ ആ നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ സർവകലാശാലകളിലൂടെ ചാൻസലർ സ്ഥാനത്ത് ഇരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആത്യന്തികമായി ആർക്കാണ് ഉണ്ടാകേണ്ടത്? ഇവിടെ ഈ വിഷയത്തിൽ ഇപ്പം നമ്മുടെ ഈ ചർച്ചാ വിഷയത്തിൽ പ്രിന്റു മഹാദേവ് പറഞ്ഞതിലും നിജേഷ് അരവിന്ദ് പറഞ്ഞതിലും രണ്ട് തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധതയുമുണ്ട്, ജനാധിപത്യ വിരുദ്ധതയുമുണ്ട്. ഞാനതാദ്യം ചൂണ്ടിക്കാണിക്കാം. ഈ പ്രിന്റു മഹാദേവ് പറയുമ്പോൾ അടിസ്ഥാനപരമായ ജനാധിപത്യ വിരുദ്ധത ഭരണഘടനാ വിരുദ്ധത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 അത് തന്നെയാണ് പ്രശ്നം. ആ പ്രശ്നത്തിനെ നിങ്ങൾ എത്രയൊക്കെ മറുകണ്ഠം ചാടാൻ ശ്രമിച്ചാലും ശരി കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഈ പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുമ്പോൾ അവർ പരിഗണിക്കട്ടെ എന്നുള്ള സോഫ്റ്റ് കോർണർ എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 200 പറയുന്നത്? ഞാൻ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഏറ്റവും പ്രസക്തമായ 2 വാചകങ്ങൾ മാത്രം വായിക്കാം. ഗവർണർക്കൊരു ബിൽ, അതൊരു പണബില്ലല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുമതിക്കായി സമർപ്പിച്ചതിന് ശേഷം കഴിയുന്നതും വേഗം സഭകളോ ആ ബില്ലിനെയോ അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യവസ്ഥകളെയോ വീണ്ടും പരിഗണിക്കണമെന്നും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ ശുപാർശ ചെയ്യുന്ന ഏതെങ്കിലും ഭേദഗതികൾ വരുത്തുന്നതിൻ്റെ അഭിലഷണീയത പരിഗണിക്കണമെന്നും ഉള്ള ഒരു സന്ദേശത്തോടു കൂടി ആ ബിൽ തിരിച്ചയക്കാവുന്നതും ഒരു ബിൽ അപ്രകാരം തിരിച്ചയച്ചാൽ ആ സഭകളോ ആ ബിൽ അതനുസരിച്ച് വീണ്ടും പരിഗണിക്കേണ്ടതും ആ ബിൽ ഭേദഗതിയോട് കൂടിയോ അല്ലാതെയോ ആ സഭകളോ വീണ്ടും പാസ്സാക്കുകയും ഗവർണറുടെ അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതാണ് അതിൻ്റെ ക്രക്സ്.
വീണ്ടും ഗവർണറുടെ അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഗവർണർ അതിന് അനുമതി നൽകാതിരിക്കുവാൻ പാടില്ലാത്തതാകുന്നു. ഇത് CPIM-ഓ LDF സർക്കാരോ മറ്റേതെങ്കിലും സർക്കാരുകളോ പറയുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 200-ൽ എഴുതി വെച്ചിട്ടുള്ള വാചകങ്ങളാണ്. ഇത് മറികടക്കാൻ പ്രിന്റുവിന് യാതൊരു അധികാരവുമില്ല, BJPക്കുമില്ല, NDA ഗവൺമെൻറ്റിനുമില്ല, നമുക്കാർക്കുമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊന്നും പ്രശ്നമില്ല എന്ന് വളരെ അലക്ഷ്യമായി പറയുന്നത്? ഒരു കാര്യം. മറ്റൊന്ന്, നിജേഷ് അരവിന്ദ് പറഞ്ഞതിൻ്റെ അകത്ത് വലിയൊരു ജനാധിപത്യ വിരുദ്ധത എന്താണെന്നറിയാമോ? ഈ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം ഒരു ഇടനിലക്കാരനാണ്. ആരുടെ? പിണറായി വിജയനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഇടയ്ക്കുള്ള ഇടനിലക്കാരൻ. എത്രമേൽ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് നിജേഷിൻ്റെ പ്രസ്താവന എന്നുള്ളത് നിജേഷ് ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇൻ്റർമീഡിയറി, ഇടനിലക്കാരൻ എന്ന് പറയുമ്പോൾ ഭരണഘടനാ പ്രകാരം ഏതൊരു സംസ്ഥാനത്തിൻ്റെയും ഭരണഘടനാ തലവൻ ആരാണ്? സംസ്ഥാന ഗവർണറാണ്. ഭരണത്തലവൻ ആരാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയുമാണ്. അങ്ങനെ ഭരണഘടന നിർവഹിച്ചു വച്ചിരിക്കുകയാണ് ഗവർണർ വെറും ഇടനിലക്കാരനാണ് എന്ന് ദീർഘകാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത്. എത്രമേൽ ജനാധിപത്യ വിരുദ്ധമാണത്? അതൊരു പ്രശ്നം. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ അകത്തുള്ള വേറൊരു ജനാധിപത്യ വിരുദ്ധത എന്ന് പറഞ്ഞാൽ 2022 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ, ഗവൺമെൻറ് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ആദ്യം ഇത് സംബന്ധിച്ച് അനുകൂലമായ പ്രതികരണം എവിടുന്നാണ് ഉണ്ടാകുന്നതെങ്കിലും നിജേഷ് അരവിന്ദ് അന്വേഷിക്കണം. പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് സഭയിൽ പറയുന്നത്. വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ആ പ്രശ്നം വിശകലനം ചെയ്താണ് സംസാരിക്കുന്നത്. ഞങ്ങളാരും ഗവർണർമാർക്കെതിരല്ല, പക്ഷേ ഗവർണറുടെ അധികാരത്തിൻ്റെ അകത്ത് നിന്ന് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യണം എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ സുദീർഘമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ചെയ്യുന്നത്. അതെങ്കിലും ഒന്നെടുത്ത് വായിക്കാൻ ശ്രമിക്കണം. പിന്നീട് ഇക്കാര്യത്തിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വളരെ ഉത്തരവാദിത്തോടെ തന്നെയാണ്, തികഞ്ഞ ഉത്തരവാദിത്തോടെ തന്നെയാണ് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്തത്. ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നുള്ളത് വേറെ കാര്യം. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞത് ഈ ചാൻസലറെ തിരഞ്ഞെടുക്കുമ്പോൾ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരെ പരിഗണിക്കണം. അപ്പോൾ പല അംഗങ്ങളും ഗവൺമെൻറ് തന്നെ മുമ്പോട്ട് വെച്ച നിർദ്ദേശം എന്തിനും ഏതിനും അന്തിമ പരിഹാരം റിട്ടയർഡ് ജസ്റ്റിസുമാരെന്ന ധാരണയൊന്നും ഗവൺമെൻറ്റിനില്ല, ആ നിലയ്ക്ക് പോവുകയും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നീട് സഭ ആകെ ചർച്ച ചെയ്യുകയും ആ നിർദ്ദേശം പിൻവലിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് തന്നെ. അത്തരത്തിലുള്ള ചില തർക്കങ്ങളും ചർച്ചകളും ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ യുനാനിമസ് ആയിട്ടാണ് ഇക്കാര്യത്തിൽ കേരള നിയമസഭ തീരുമാനമെടുത്തത്. നിങ്ങൾ നിജേഷ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്വം കാണിക്കാൻ നിയമസഭയിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നേതാവിൻ്റെയും കൂടെ പാർട്ടി എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. അത്തരം ബാധ്യതകൾ ഈ ചർച്ചയിൽ നിങ്ങൾ കാണിക്കുന്നില്ല, ദൗർഭാഗ്യകരമാണ് കേട്ടോ. ഇപ്പോൾ പ്രിന്റുവിന് ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയാം എന്നുള്ളത് അത് ഒരു ലൈസൻസായിട്ട് കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിന് ഭൂഷണമല്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് നന്നെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർട്ടിക്കിൾ 200 സംബന്ധിച്ച് വ്യക്തമായി വിവരിച്ചിട്ടുള്ളൊരു കാര്യം അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത്. നേരത്തെ ഗവർണർ ചാൻസലർ ആകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, അതുകൊണ്ട് അതിൽ തന്നെ ഞങ്ങളിപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്ത് ജനാധിപത്യമുള്ളത്? ഇത് യുനാനിമസ് ആയിട്ടല്ല കേരള നിയമസഭ തീരുമാനിക്കുന്നത്. 140 അംഗങ്ങൾ അവിടെ ഇല്ലേ? അതിൽ നിങ്ങളുടെ അംഗങ്ങൾ ഉണ്ട്, ഒരംഗമെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അത് ജനങ്ങളാണ് വേണ്ടെന്ന് വെച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാതെ പോയത്. പക്ഷേ നിയമസഭയ്ക്ക് പവിത്രതയില്ലേ, പാവനതയില്ലേ? ആ നിയമസഭ തീരുമാനിക്കുന്ന തീരുമാനത്തിന് സാങ്ക്ടിറ്റി ഇല്ലേ? അതല്ലേ പരിഗണിക്കേണ്ട അടിസ്ഥാന പ്രശ്നം. ജനപ്രാതിനിധ്യ നിയമം നടപ്പിലാവുന്നത് എങ്ങനെയാണ് 1951 എന്നുള്ളത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇതിന് വ്യക്തമായ അടിത്തറയുണ്ട് ഈ നിയമത്തിൽ എല്ലാം ചെയ്തതിന്. അതുകൊണ്ട് തന്നെയാണ് ഈ ആർട്ടിക്കിൾ 200 നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഇക്കാര്യത്തിൽ ഒരു പിടിവാശിയില്ലാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഈ സുപ്രീം കോടതിയിൽ പരിഗണിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുപ്രീം കോടതി വ്യാഖ്യാനത്തിന് വേണ്ടി അത് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് കാണിച്ചത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഞാൻ തുടക്കത്തിലേ പറയുകയും ചെയ്തു, ഇപ്പോഴും അഭിപ്രായത്തിൽ ഞാൻ മാറുന്നില്ല. പക്ഷേ കേരളത്തിൽ ഗവർണർ ഇതപര്യന്തം, ഈ ഗവർണറല്ല മുൻ ഗവർണർ, അതായത് 2019 സെപ്റ്റംബറിൽ വന്നത് മുതൽ, അതായത് തൊട്ട് മുൻഗാമി ജസ്റ്റിസ് സദാശിവമായിരുന്നു. എത്രയോ മഹോന്നതമായ പദവി അലങ്കരിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് സദാശിവം. അതിന് പിന്നാലെ വന്ന ഈ അഡ്വക്കേറ്റ് എക്സാം പാസ്സായിട്ടുള്ള ആരിഫ് ഖാൻ കാണിച്ചു കൂട്ടിയ വിക്രികൾ എന്തൊക്കെയാണ്? അതൊക്കെ എന്തിനായിരുന്നു? അത് ആരെ തൃപ്തിപ്പെടുത്താനായിരുന്നു?
BJP നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആരിഫ് ഖാൻ എന്തിനാണ് ഇവിടെ കിടന്ന ആ വൃത്തികെട്ട തരംതാണ് രാഷ്ട്രീയ കളികൾ കളിച്ചതെന്നുള്ളത് ആരെങ്കിലും മറിച്ചൊരു അഭിപ്രായം പറയാനുണ്ടാവുമോ? എന്താണ് പറയുക? ആകപ്പാടെ പറഞ്ഞത് എന്താണ്? ആകപ്പാടെ പറഞ്ഞ അന്ന് സംസ്ഥാന പ്രസിഡന്റ് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഇതിലും നല്ലത് VD സതീശനെ പിടിച്ച് ഉപമുഖ്യമന്ത്രിയാക്കുന്നതാണ് നല്ലത്. ഈ ചർച്ച നടന്നപ്പോൾ നിയമസഭയിൽ വളരെ ഗൗരവമായി ചർച്ച നടന്നതിന് പ്രതികരണം പുറത്ത് സുരേന്ദ്രൻ പറയുകയാണ്, നല്ലത് VD സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതാണ് നല്ലത്. അത്ര മനോഹരമായിട്ടാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിന് വേണ്ടി വൈത്താരി പാടിയതെന്നൊക്കെയാണ് അദ്ദേഹം അങ്ങോട്ട് വിശദീകരിച്ചത്. ഇതൊക്കെ ഇത് കേരളം മാത്രമാണോ പ്രിന്റു ഈ വിഷയം ഉന്നയിക്കുന്നത്? ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ വെറുതെ പറഞ്ഞു പോയല്ലോ, അടിസ്ഥാനപരമായി കാര്യകാരണ സഹിതമാണ് അവരുടെ തർക്കങ്ങൾ സുപ്രീം കോടതിയിൽ ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നാളെ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി വരാൻ പോകുന്നത്. എങ്ങനെയാണ്, ആരൊക്കെയാണത് നിശ്ചയിക്കേണ്ടത്, വിധിക്കേണ്ടതെന്നൊക്കെയുള്ള വിശദമായി തന്നെ നാളെ വരുമെന്നേ. നിങ്ങളൊരു തർക്കവും വിചാരിക്കേണ്ട അക്കാര്യത്തിൽ. അത് വരണം. കാര്യം ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണം എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്, നിർബന്ധമാണ്, അവകാശവുമാണ്. ആ അവകാശവും നിർബന്ധവും ആഗ്രഹവും ഒക്കെ നിലനിർത്തണമെങ്കിൽ പരമോന്നത നീതിപീഠം ഇടപെടേണ്ടി വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളുടെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യമില്ലായ്മയാണ് ഓരോ ഘട്ടത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതും ഒരു തെളിവാവുകയാണ്. ശരി, നിജേഷ് അരവിന്ദ്, നിയമസഭയിലടക്കം പ്രതിപക്ഷം ആ നിലയിൽ പിന്തുണ നൽകിയ വിഷയമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് ഈ കാലയളവ് കൊണ്ട് അതിൽ നിന്നും കോൺഗ്രസിന് പിന്നോട്ട് പോകാനും ആ അഭിപ്രായത്തിൽ നിന്ന് വ്യതിചലിക്കാനും ആകുന്നത്? കോൺഗ്രസ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അല്പത്തമാണ് എന്ന് CPM-ന്റെ പ്രതിനിധിക്ക് തോന്നിയാൽ എനിക്കതിലൊരു അത്ഭുതവും ഇല്ല. ഈ വിഷയത്തിലെ ഇന്നത്തെ ചർച്ച ഗവർണർ പിടിച്ചുവെച്ച ബില്ല്, രാഷ്ട്രപതി പിടിച്ചുവെച്ച ബില്ല്, അതിനെപ്പറ്റിയുള്ള അഭിപ്രായമാണ്. അല്ലാതെ ബില്ലിനകത്ത് നിയമസഭയിൽ ചർച്ച ചെയ്ത വിഷയങ്ങളെ പറ്റി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച സമയത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, ചില ഭേദഗതികൾ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലാത്തത് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ആ ചർച്ച അവിടെ അവസാനിച്ചു. രണ്ടാമത്തെ ചർച്ച ഗവർണർ ഇത് പിടിച്ചു വെച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണല്ലോ. അവിടെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ ഇത് ചെയ്തത് ശരിയല്ല, ഇത് ഞങ്ങളുടെ അഭിപ്രായമായിരുന്നു. അതിനുശേഷം വന്ന ആർലേക്കർ ഭരണം തുടങ്ങുന്ന സമയത്ത് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ഇരുന്ന് ചർച്ച ചെയ്ത് ചായ കുടിച്ച് നിർമ്മലാ സീതാരാമനെ കൂട്ടിക്കൊണ്ടുവന്ന് ചായ കുടിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ എന്തായിരുന്നു ചർച്ച ചെയ്തത് എന്ന് ഈ ദിവസം വരെ വ്യക്തമാക്കിയിട്ടില്ല, ഇന്ന് വരെ വ്യക്തമാക്കിയിട്ടില്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഈ ബില്ലുകളായിരുന്നുവെങ്കിൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി പറയണ്ടേ, ഞാൻ ഈ ബില്ലിൽ അങ്ങനെ ചായ കുടിച്ച് പരിഗണിക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ അഭിപ്രായം ഇതായിരിക്കെ മോദിയുമായി ചായ കുടിച്ചപ്പോൾ NK പ്രേമചന്ദ്രനും അത് പറഞ്ഞ് തിരുത്താമായിരുന്നല്ലോ. അപ്പോൾ ചായ കുടിച്ച് തിരുത്താൻ കഴിയുന്ന വിഷയമല്ല അല്ലേ? ഏതായാലും പ്രേമചന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോൾ നന്നായി. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിലേക്ക് പോയതിനെ പറ്റി കേരളത്തിൽ 3 മാസക്കാലം ചർച്ചയായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് NK പ്രേമചന്ദ്രനെ ആക്ഷേപിക്കാത്തവർ ഒരാളുമില്ല. ആ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചുപോയ വിരുന്നിന് പോയ സമയത്ത് ഇത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് എന്തായിരുന്നു അജണ്ട? ആ അജണ്ടയെ മറുപടി പറയണം. ഒരു ഭാഗത്ത് സമ്മേളനം കൂട്ടിയിട്ട് പറയുന്നു. നിജേഷ് അരവിന്ദ്, ഞാൻ ഇടപെടുന്നത് വിഷയത്തിൽ നിന്ന് താങ്കൾ മാറിപ്പോകുന്നതായതുകൊണ്ടാണ്. കാരണം ആ വിഷയത്തിൽ നിയമസഭയിലടക്കം മറുപടി വന്ന വിഷയമാണ് നിജേഷ് അരവിന്ദ്. ഞാൻ ചോദിച്ചത് ഇങ്ങനെ ചായ കുടിച്ച് മാറ്റാൻ കഴിയുന്ന വിഷയമായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന്റെ യോജിപ്പുള്ള വിഷയമായിരുന്നല്ലോ. അത് NK പ്രേമചന്ദ്രന് മോദിയുമായി ചായ കുടിച്ചപ്പോഴും മാറ്റാമായിരുന്നു. അപ്പോൾ അതല്ല അതിലെ പ്രശ്നം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് തന്നെ പോകാൻ പ്രാപ്തമാണോ ഈ ബില്ലുകൾ എന്നതിലടക്കം സുപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന ഘട്ടമാണ്. നാളെ സുപ്രീം കോടതിയിലും ആ വിഷയം വരാൻ പോകുന്നു. അല്ല അസിത, നിങ്ങളൊന്ന് പ്രേമേന്ദ്രൻ തന്നെ ഉപയോഗിച്ച ഭാഷ ഞാൻ ആവർത്തിക്കുന്നില്ല. NK പ്രേമചന്ദ്രൻ ചർച്ച ചെയ്ത് ചായ കുടിച്ച് പിരിഞ്ഞാൽ അത് നടക്കുമോ എന്നല്ലേ താങ്കൾ ചോദിച്ചത്? ഇവിടെ ഇടതുപക്ഷത്തിന്റെ നയവ്യതിയാനം, CPM-ന്റെ നയവ്യതിയാനം അരുൺകുമാർ പറഞ്ഞത് പ്രകാരമാണ് എങ്കിൽ ഈ മോദി ഗവൺമെന്റ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ്. പക്ഷേ അരുൺകുമാറിന്റെ പാർട്ടി പറയുന്നത് ഇത് ഫാസിസ്റ്റ് അല്ല, നവഫാസിസ്റ്റ് അല്ല, ഫാസിസ്റ്റ് പ്രവണതയേ ഇല്ല എന്ന് പറയുന്നു. അതിന്റെ പിറ്റേ ദിവസം RSSകാരനായ ആർലേക്കറിനോട് ഒരുമിച്ച് ചേർന്ന് ചായ കുടിക്കുന്നു. ആ അജണ്ട എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, എല്ലാ മാധ്യമങ്ങളിലെയും ചർച്ചയായിരുന്നു. അപ്പൊ അത് എന്താണ് പറഞ്ഞത്? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമീപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ
ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗവർണർ ഇന്ന് ചെയ്യുന്ന അതേ സമീപനമാണ് പല ജനകീയ സമരങ്ങളോടും ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്നത്. എന്ത് വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത്? പിന്നെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ശ്രീ ജയചന്ദ്രൻ എങ്ങനെയാണ് പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്ത സമയത്ത് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൊരു നല്ല ബന്ധം സൃഷ്ടിച്ച സ്ഥിതിക്ക് അങ്ങനെ പരിഹരിച്ചുകൂടെ എന്നാണ്. ഏത് പ്രശ്നം പരിഹരിക്കാൻ രണ്ട് മാർഗമുണ്ടല്ലോ. ഭരണഘടനാപരമായി കഴിയുന്നത് താങ്കൾ ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ അത് പറഞ്ഞു പോകുന്നതിനപ്പുറം മുൻ ഗവർണർ ഇരുന്ന കാലയളവിൽ നിയമസഭ പാസാക്കിയ ബില്ല് അദ്ദേഹത്തിന്റെ പരിഗണനയിൽ വരുന്നു. അത് സുപ്രീം കോടതി വടിയെടുത്തതിന് പിന്നാലെ കേസ് പരിഗണിക്കേണ്ടതിന്റെ തൊട്ട് തലേ ദിവസം കൂട്ടത്തോടെ രാഷ്ട്രപതിക്ക് അയക്കുന്നു. നിലവിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ. ഒരു വർഷമായി രാഷ്ട്രപതി ചില ബില്ലുകളിൽ ഒരു അനക്കവുമില്ല, ചിലതിൽ തീരുമാനം എടുത്തിട്ടുമുണ്ട്. വീണ്ടും അത് സുപ്രീം കോടതിയിലേക്ക് വരുന്നു. ഇതിലെവിടെയാണ് പുതിയ ഗവർണറുടെ റോളും പുതിയ ഗവർണറുമായി ചായ കുടിച്ച് പരിഹരിക്കാൻ കഴിയുന്ന വിഷയവും? ആരിഫ് മുഹമ്മദ് ഖാന് ഇനി അത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ അല്ലല്ലോ ഉള്ളത്. ഒന്നുകിൽ ഈ ഗവർണറുടെ കയ്യിൽ, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ. ഗവർണർ ഒരു പദവിയാണല്ലോ, വ്യക്തിയല്ലല്ലോ. സ്വാഭാവികമായി കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ വേഗതയിലാക്കി തരണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുപ്പമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഗവർണറോട് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട, കേന്ദ്ര സർക്കാരിന്റെ അജണ്ട നടപ്പിലാക്കാൻ വന്നൊരു ഗവർണർ അങ്ങനെ പറഞ്ഞാൽ അത് നടപ്പിലാക്കി കൊടുക്കുമോ? അതോ കേരളത്തിൽ മാത്രം സംഘപരിവാറിന്റെ അജണ്ട ഒന്നും മറ്റു സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പ്രശ്നം നേരിടുമ്പോൾ മറ്റൊന്നാകുകയും ചെയ്യുമോ? അല്ല, മറ്റൊരു സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ ഈ നരേന്ദ്രമോദി വരുമ്പോഴും പോകുമ്പോഴും സ്വീകരിക്കാനും യാത്ര അയക്കാനൊന്നും പോവാറില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ്. എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ സംവിധാനത്തിനോട്, സംഘപരിവാർ സംവിധാനത്തിനോട് ഒരു ആത്മബന്ധം ആരംഭിച്ചത് എന്നാ ചോദിക്കുന്നത്. ശ്രീ KV തോമസ് അവിടെ പോയിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന സ്വാഭാവിക ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയമായ മറുപടി ഞങ്ങൾക്ക് തരണം. മുഖ്യമന്ത്രിക്ക് BJPയുമായുള്ള ആത്മബന്ധം തുടങ്ങുന്നതിന് മുൻപേ, അത് ഉണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപേ ശാഖയ്ക്ക് കാവൽ നിൽക്കുകയും സംഘപരിവാറിന്റെ നേതാക്കളുടെ ചിത്രങ്ങളിൽ പൂജിക്കുകയും പൂവിടുകയും വിളക്ക് കൊളുത്തുകയും ഒക്കെ ചെയ്ത നേതാക്കൾ കോൺഗ്രസ് ഇല്ലേ നിജേഷ് അരവിന്ദ്? സ്വന്തം മുഖം മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ഞാൻ വരാം, ഒരിടവേള കോൺഗ്രസ് ഏത് പ്രിന്റു മഹാദേവ്, ഇവിടെ ഇപ്പോൾ ഈ ബില്ലുകളുടെ പൊതുവിലുള്ള കാര്യത്തിൽ അത് കേരളം മാത്രം ആവശ്യപ്പെടുന്നതല്ല. ഒന്ന്, കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളും ഗവർണർ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലിൽ അദ്ദേഹം തന്നെ ഒപ്പിടണോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കേരളം തന്നെ പാസാക്കിയ, കേരള നിയമസഭ പാസാക്കിയ മറ്റു ബില്ലുകൾ, ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബില്ലുകൾ, അവിടെയും സമാനമായ രീതിയിൽ ഗവർണർ പിടിച്ചുവെച്ച ബില്ലുകൾ, ഇതൊന്നും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ളതായിരുന്നില്ലല്ലോ പ്രിന്റു മഹാദേവ. അല്ല, ഇതിനകത്ത് ഒന്ന്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഭരണഘടനാ വിരുദ്ധമല്ല. ജയേന്ദ്ര സാറിന് എനിക്ക് തോന്നുന്നു നിയമജ്ഞാനത്തിൻ്റെ ഒരു കുറവ് അദ്ദേഹത്തിന് അതിനകത്ത് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കരുതുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കൺകറന്റ് ലിസ്റ്റിനകത്തുള്ള വിഷയത്തിൽ കേന്ദ്രത്തിനും അതുപോലെ സ്റ്റേറ്റിനും നിയമം നിർമ്മിക്കാൻ സാധിക്കും. ഈ നിയമത്തിനകത്ത് തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അതോറിറ്റി ആയിട്ട് അത് രാഷ്ട്രപതിക്ക് അയക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ നിയമവശം. അതിനകത്ത് വേറൊരു നിയമവശമോ അതിന് പ്രാപ്തിയുണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. 2018 UGC വിജ്ഞാപനത്തിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തിരുന്നില്ല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതോറിറ്റിയാണെന്ന്. 2024 UGC കരട് വിജ്ഞാപനത്തിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, നിയമമായി കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യാന്നല്ലാതെ അതിനപ്പുറത്ത് ഇനി സുപ്രീം കോടതിക്ക് പോലും ഇതിനകത്ത് മറ്റൊരു നിയമം ഉണ്ടാക്കാൻ വേറൊരു രീതിയിൽ ഇടപെടാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് നിയമമായി കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മുടെ ചർച്ച വിഷയം എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാനം കേന്ദ്രം നമ്മൾ ഏറ്റുമുട്ടൽ. ഗവർണർക്ക് ഒരു ബില്ലിന്മേൽ എത്ര നാൾ നടപടിയെടുക്കാതെ പിടിച്ചുവെക്കാം എന്നുള്ള വിഷയം അതല്ലേ പ്രിഞ്ചു മഹാദേവ് ഇവിടെ അഡ്രസ് ചെയ്യേണ്ട വിഷയം? സമാനമായ രീതിയിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ഒന്നില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചയക്കാം. ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചയക്കാം. അദ്ദേഹത്തിന് ഈ തർക്ക വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ട് രാഷ്ട്രപതിക്ക് അയക്കാം. അതിനകത്ത് അല്ല, രാഷ്ട്രപതിക്ക് അയച്ചത് എന്നാണ് എന്നുള്ളതാണ്. 2.25 വർഷത്തിന് ശേഷമല്ലേ രാഷ്ട്രപതിക്ക് അത് അയച്ചത്? അല്ല, ഞാൻ പറഞ്ഞു നമ്മളൊരു വിഷയത്തെ അല്ല
അല്ല, തീർച്ചയായും ഞാൻ പറയട്ടെ, ഈ വിഷയത്തിനകത്ത് നമ്മളൊരു ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യാന്നല്ലാതെ ഇതിനകത്ത് ഓൾറെഡി കേന്ദ്ര സർക്കാരിന്റെ നിയമം പാസ്സായി കഴിഞ്ഞു. അതിനകത്ത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ തീരുമാനം അരുൺകുമാർ പറഞ്ഞതുപോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമുണ്ടോ എന്ന് കാത്തിരിക്കാം. ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഗവർണറും സർക്കാരും തമ്മിൽ. അതിനർത്ഥം നോക്കും, നേരത്തെ അശിത പറഞ്ഞല്ലോ, നമ്മുടെ ചാൻസലർ എടുത്തിട്ടുള്ള മുഴുവൻ തീരുമാനങ്ങളും കോടതി റദ്ദാക്കിയെന്ന്. അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ഏതാണ് റദ്ദാക്കിയത്? പിണറായി സർക്കാർ പറഞ്ഞ മുഴുവൻ വൈസ് ചാൻസലർ ലിസ്റ്റിനകത്ത് അദ്ദേഹം ഒപ്പിട്ടിട്ട് ഇവരെ വൈസ് ചാൻസലർ നിയമിച്ചു. ആ നിയമനങ്ങളാണ് ആദരണീയമായിട്ടുള്ള കോടതികൾ അത് റദ്ദാക്കുന്നത്. പിന്നീട് ചാൻസലർ 7ഓളം VC-മാരെ നിയമിച്ചല്ലോ, അതിനകത്തൊരു കോടതി ഇടപെടൽ ഉണ്ടായില്ലല്ലോ. സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളെ നിശ്ചയിച്ചല്ലോ, അതിനകത്ത് ഇടപെടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ചാൻസലർ ഒപ്പിട്ട് കൊടുത്തു. അത് ആര് തിരുത്തി? ആരിഫ് മുഹമ്മദ് ഖാൻ തിരുത്താൻ തുടങ്ങിയപ്പോഴാണ് ഈ സർക്കാരും ഇവരും തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ തെറ്റായ ക്രമക്കേടിന് വിരുദ്ധമായിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്വജനപക്ഷപാതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ മെറിറ്റിന് അട്ടിമറിക്കൊണ്ടുന്ന നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചാൻസലർ സാധാരണ അങ്ങനെയാണ് ഒരു ട്രഡീഷണൽ ആയിട്ട് അധികാരമൊന്നും ഒരു ഗവർണർമാരും സുഖവാസ കേന്ദ്രമായിട്ടാണ് പൊതുവെ. ഇവിടെ ഈ ഭരണഘടനയാണല്ലോ സുപ്രീം. ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാ ഇന്ത്യക്കാരുടെയും ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. ഇവിടെ ഗവർണർക്ക് ഒരു ബില്ല് എത്ര നാൾ ഹോൾഡ് ചെയ്യാം? അത് കേരളത്തിലെ ഗവർണർ എന്നല്ല, രാജ്യത്താകമാനമുള്ള ഗവർണർമാർ. അതുപോലെ ഏതെല്ലാം വിഷയങ്ങളിലാണ് ഒരു ഗവർണർക്ക് ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയുക? അതുപോലെ രാഷ്ട്രപതിക്ക് കിട്ടുന്ന ബില്ല് രാഷ്ട്രപതി എത്ര നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റും? ഒരു തരത്തിലും മെറിറ്റില്ലാത്ത തരത്തിൽ ഗവർണർ റെക്കമെൻഡ് ചെയ്ത് രാഷ്ട്രപതിക്ക് അയച്ചാലും രാഷ്ട്രപതി അത് ഹോൾഡ് ചെയ്തു വയ്ക്കുന്ന, വർഷങ്ങൾ കാത്തിരിക്കുന്ന സ്ഥിതി അത് ശരിയാണോ? ഒരു നിയമസഭയുടെ കാലാവധി 5 വർഷമായിരിക്കുമ്പോൾ ബില്ലുകൾ 4-5 വർഷം ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചായ കുടിച്ചു, ഒരുമിച്ച് തർക്കമുണ്ടാക്കി അങ്ങനെ പോവുകയല്ലല്ലോ വേണ്ടത്. അപ്പൊ ഭരണഘടന ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 129 തവണ അമെൻമെന്റ് ചെയ്തല്ലേ നമ്മുടെ ഭരണഘടന, ഏറ്റവും കാലോചിതമാക്കിയതാണ്. പക്ഷെ ആ ഭരണഘടന അങ്ങനെ പറയുമ്പോഴും ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നവരുണ്ട്, അതുപോലെ മറ്റ് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവരെ കൃത്യമായി തിരുത്താൻ ഇവിടുത്തെ ജുഡീഷ്യറിക്ക് സാധിക്കും. അതാണ് ജുഡീഷ്യറി വളരെ വിശദമായി ഈ വിഷയത്തിൽ വാദം കേൾക്കുകയും ഇടയ്ക്കെല്ലാം തീ കൊണ്ട് തലചൊറിയരുതെന്ന് ഗവർണറോടാ പറഞ്ഞ്, ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി അതമ്പതിക്കരുതെന്ന് ഗവർണർമാരോടാ പറഞ്ഞ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതി വാദം കേൾക്കട്ടെ, ഈ ഇഷ്യൂസിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണട്ടെ. എന്തായാലും ഗവർണർമാർ അടുത്ത കാലത്ത് നടത്തിയ രാഷ്ട്രീയ കളിക്കെല്ലാം വളരെ ചിട്ടയായിട്ടുള്ള അല്ലെങ്കിൽ ചുട്ട മറുപടി കൊടുക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. നീതിപീഠം ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച്, സംസ്ഥാനത്തും ഡൽഹി കേന്ദ്രീകരിച്ചും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. നിയമ പോരാട്ടം നടക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിന് നിയമസഭ പാസാക്കുന്ന അത് നിയമമായി അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ അർഹതയുമുണ്ട്, മെറിറ്റുമുണ്ട്. അത് തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതിൽ ഡിലേ വരുത്തുന്നത് നീതിയുടെ കാലതാമസത്തിലൂടെ നീതിയാണ്. അതിനൊരു പരിഹാരം കാണാനുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശരി 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 തീർച്ചയായും അഡ്വക്കേറ്റ് കെ അരുൺകുമാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വലിയ ഇടപെടലാണ് ഇനി പ്രതീക്ഷിക്കുന്നത്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, നിജേഷ് അരവിന്ദ്, പ്രിഞ്ചു മഹാദേവ്, എം ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.